ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ പ്രത്യേകിച്ചുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു മഴയില്ലാത്ത ദിവസം നോക്കി ഞങ്ങളിതാ ചോല ഇറക്കി. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ചോല ഇറക്കൽ, കമ്പിറക്കൽ, അങ്ങനെ ഓരോ പേരിലാണ്. അപ്പോൾ ഇതിനി ചോല ഇറക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ചുവട്ടിലും കവുങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയേക്കുന്നത്. എല്ലാ വർഷവും എല്ലാവരുടെയും നാട്ടിലും ഇതുപോലത്തെ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ട് ഇരുപുളിൻ്റെ ഇലയും മരുത്, മുരിക്ക്, അങ്ങനത്തെയൊക്കെയുള്ള ഇതാ പരമാവധി എല്ലാ മരത്തേന്നും കൊമ്പിറക്കിയിട്ടുണ്ട്. കൂടുതലായിട്ടും ഇത് അറിയാം. ഇത് കവുങ്ങിനും തെങ്ങിനും എല്ലാം ഇതൊക്കെ ഒരു ഭയങ്കര ഇത് നിൽക്കുമ്പം വെയിലടിക്കുകയില്ല. അപ്പോൾ അതുങ്ങൾക്ക് വളരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചോല ഇറക്കി എല്ലാ വർഷവും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എല്ലാ നാട്ടുകാരും. ഇതിപ്പോൾ ഞങ്ങളുടെ പശുവും കൂടാണ്. അതിനകത്ത് 10-12 പശു ഉണ്ടായിരുന്നു ഏകദേശം. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. പ്രസവിക്കാൻ സമയമായിട്ട് നിൽക്കുവാണ്. ആൾ പ്രസവിക്കേണ്ട ടൈമായിട്ട് നിൽക്കുക. ഇതേപോലെ തന്നെ കുരുമുളകിൻ്റെ ചോട്ടിൽ, എല്ലാത്തിൻ്റെയും ചോട്ടിൽ എല്ലാവർക്കും അറിയാം ചപ്പ് ഇടുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ വെട്ടിക്കൂട്ടി ഇനി റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് അടുത്ത മരത്തിലോട്ട് കയറുന്ന ചാച്ചി, ഈ കുരുമുളക് ഏതിനം കുരുമുളകാ? കായ്ച്ചിട്ടുണ്ടല്ലോ. കരിമുണ്ടയാ? അതെയാ? കുരുമുളക് കായ്ക്കേണ്ട ടൈം ആയോ? കഴിഞ്ഞോ? അതെയാ? അപ്പോൾ ഈ കുരുമുളകിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കൂലേ? കൊടിയിലെ ചോട്ടിലൊക്കെ കമ്പ്? കൊടീൻ്റെ ചോട്ടിലൊക്കെ ഇടൂലേ കമ്പ്? ഇടുവോ? നല്ല വെയിൽ വന്നുല്ലേ, ചപ്പെല്ലാം കൊത്തിയത് കൊണ്ട്. നല്ലൊരു കാലാവസ്ഥയും കൂടിയാണ് ഇന്ന്. എന്നത്തെ പോലെയും ഈ രണ്ടാമത്തെ ഒരു നല്ലൊരു കാലാവസ്ഥ, 2 ദിവസത്തിനുള്ളിൽ നല്ലൊരു കാലാവസ്ഥ എന്തായാലും വന്നേക്കുന്നത്. ഇതാ കാഞ്ഞിരം കൊത്തുന്നുണ്ടോ? കൊത്തിക്കൂട്ടുക. മുരിക്കിൻ്റെ അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വാഴ കൊലച്ചിട്ടുണ്ട്. കാണാ, പൂവമ്പാഴയാ? അതെയാ? ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടെ കൊത്തി കൂട്ടിയിട്ട് ഇത് ഇന്ന് തന്നെ ഇട്ട് തീരുവാ? ഇല്ലേ? പശുവിന് പുല്ല് പറിക്കാൻ പോണം അല്ലേ? ഇതുകൊണ്ടോ കവുങ്ങ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 50, എത്ര കവുങ്ങ് നട്ടിട്ടുണ്ട് ചാച്ചി ഇവിടെ? 50 കവുങ്ങാ? അതായത് താഴോട്ടുള്ളതും കൂട്ടിയിട്ട് പറയുന്നേ, അല്ലാതെ ചാച്ചി ഇവിടെ നട്ടത് മാത്രം എത്രയാ? 25 കവുങ്ങ് നട്ടോ? 25 കവുങ്ങ് നട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ചാച്ചൻ്റെ കൃഷിയാണ്. നമുക്ക് എന്തായാലും വെള്ളത്തിൻ്റെ ഒരു കുറവ് കാരണം നമ്മുടെ പറമ്പിൽ അത്ര വലിയ ഈ കവുങ്ങോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം വെള്ളത്തിൻ്റെ കുഴൽ കിണർ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളത്തിന് ക്ഷാമവുമില്ല. ഇതാണ് ചോല ഇറക്കിയ ഭാഗങ്ങളൊക്കെ കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കൊന്നേൻ്റെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ നമ്മുടെ പറമ്പിലുള്ള സാധനവും കൊന്നയാണ്. കൊന്നേൻ്റെ ശീമക്കൊന്ന എന്ന് പറഞ്ഞാൽ ശീമക്കൊന്ന വെട്ടിക്കൂട്ടി ഓരോ സ്ഥലത്ത് ഓരോന്നിൻ്റെയും ചോട്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കുവാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും.